എന്താ മാഡം? എന്താ നിന്റെ ഉദ്ദേശം? എന്ത് താല്പര്യത്തിലാ നീ എന്റെ പെൺമക്കളെ നാണം കെടുത്തുന്നത്? ആദ്യം ഇന്ദ്രജ്, അത് കഴിഞ്ഞ് വേദ. നീ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാണല്ലോ. അതിന്റെ ഉദ്ദേശം എന്താന്നാ എനിക്കറിയണ്ട. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഞാനും എന്റെ മകനും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സ് തുറന്ന് എന്നെ അവൻ മനസ്സിലാക്കാത്തുണ്ട. പക്ഷേ എന്നെയും എന്റെ മക്കളെയും കുറിച്ച് അവന്റെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കുന്നത് നീ ഒരുത്തിയ. ഞാൻ നിങ്ങളെയൊക്കെ കുറിച്ച് നല്ലത് മാത്രമേ പറയാറുള്ളൂ. നിർത്തടി. നീ ഞങ്ങളെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞതിന്റെ റിസൾട്ടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഞങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ചോടിച്ച് ഇവിടെ സൂര്യ മാത്രം ആവുകയും ഈ സ്വപ്ന സൗഭാഗ്യങ്ങളോടൊപ്പം ഈ സ്വത്ത് സമ്പാദ്യം അവന്റെ ഒപ്പം പങ്കിടാനാണോ നീ കരുതുന്നേ? എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളെയൊക്കെ വേദനിപ്പിക്കണം ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. തുടങ്ങി അവളുടെ കള്ള കണ്ണീര്. ഏട്ടന്റെ മനസ്സിൽ ചേച്ചിയുടെ സ്ഥാനം എന്താ അടി? ഇപ്പോ എന്റെ സ്ഥാനം എന്താ? ഇതിനെല്ലാം കാരണക്കാരി ആരാ? നീയല്ലേ? അടുക്കളയിൽ പമ്മി പതുങ്ങിയിരിക്കുന്ന പോലെ കാണിച്ചിട്ട് ഡാഡിയുടെ ഏട്ടന്റെ സ്നേഹം പിടിച്ച് വാങ്ങുന്നുണ്ട് നീ. അതും വെച്ച് ഞങ്ങളെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. എന്റെ പെൺമക്കളെ നാണം കെടുത്തുന്നത് പോലെ നാട്ടിലുള്ള നിന്റെ അനുജത്തിമാരെ നാണം കെടുത്തണമെന്ന് ഞാനൊന്ന് തീരുമാനിച്ചാലേ പിന്നെ ഈ ജന്മം അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. കേട്ടോടി? എന്തിനാ മാഡം എന്റെ അനുജത്തിമാരെ പറയുന്നേ? അവര് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? അവര് നീയും നിന്റെ കുടുംബവും എല്ലാവരും കൂടിയാ ഈ കുടുംബം ഇല്ലാതാക്കുന്നെ. മമ്മി, ചെയ്യാവുന്നത് എന്താന്ന് വെച്ചാ ചെയ്യ്. ഞങ്ങൾ അനുഭവിച്ച വേദന എന്താന്ന് ഇവളുടെ അനുജത്തിമാരെ അറിയട്ടെ. നോക്ക്, ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടുകാരെയോ എന്റെ അനിയത്തിമാരെയോ ഒന്നും പറയരുതെന്ന്. നാവടക്കടി. മമ്മിയുടെ മുമ്പിലാണോ നിന്റെ നാവ് പൊങ്ങുന്നത്? എടി, എന്റെ കുടുംബം, എന്റെ അഭിമാനം, അതിനു മുകളിൽ എനിക്കൊന്നുമില്ല. ആരെങ്കിലും അതിന്റെ മേലെ കയറാൻ ശ്രമിച്ച അയാളെ കുടുംബത്തോടെ ഇല്ലാതാക്കിയേ ഞാൻ അടങ്ങും. ചെല്ല്, നേരെ മേലേക്ക് ചെന്ന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞിട്ട് നീ അവനെയും കൂട്ടിക്കൊണ്ടിങ്ങ് വാ. ചെല്ലടി. ഇതിന്റെ പേരില് സൂര്യ എന്നോട് ബഹളം വെക്കാൻ വന്നാലുണ്ടല്ലോ, ഈ കുടുംബം ഒന്നിച്ചുള്ള അവസാനത്തെ ദിവസവും ഇന്നതിന്റെ. കേട്ടോടി? ഇപ്പോ പോടി. എനിക്ക് പോണം. എനിക്ക് പോണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡോസ് കൊടുത്താൽ മതി മമ്മി. സഹിയിട്ട് അവളെ ഇറങ്ങിക്കോളും. കുറച്ച് വൈകി പോയതാ നമ്മൾ ചെയ്ത തെറ്റ്. എവിടെ നിൽക്കുന്ന? എനിക്ക് എന്റെ വീട്ടിൽ പോണം.
എന്താടോ? എനിക്ക് പോണം സർ. എനിക്ക് എന്റെ വീട്ടിൽ പോണം സർ. ആ കാര്യം എന്താണെന്ന് പറ. ഒരു കാര്യം ഇനി സാർ അറിയണ്ട. എനിക്ക് എന്റെ വീട്ടിൽ പോണം. എനിക്ക് പോണം പോണം പോണം. നന്ദിനി പ്ലീസ്. എനിക്ക് പോണം സർ. എനിക്ക് പോണെന്ന് പറഞ്ഞ പോണം. എനിക്ക് പോണം സർ. എനിക്ക് പോണം സർ. എനിക്ക് പോണം സർ. റിലാക്സ് റിലാക്സ് നന്ദിനി. ആദ്യം തന്റെ ടെൻഷൻ എന്താന്ന് വെച്ചൊന്ന് മാറട്ടെ. എനിക്ക് പോണം പോണം സർ. എനിക്ക് പോണം സർ. പോകാം, പക്ഷെ ആദ്യം താൻ റിലാക്സ്ഡ് ആവണം. താൻ എന്റെ കണ്ണിലേക്ക് നോക്ക്. ലുക്ക് അറ്റ് മൈ ഐസ്. നോക്ക് നന്ദിനി, നോക്ക്. എനിക്ക് പോണം സർ. നോക്ക്. എനിക്ക് പോണം സർ. എനിക്ക് പോണം സർ. എനിക്ക് പോണം. എനിക്ക് പോണം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. എനിക്ക് പോണം സർ. ഇനി താനൊന്ന് ശ്വാസം വലിച്ചു വിട്ട്. ഇത്രയേ ഉള്ളൂ. ചെയ്യ നന്ദിനി, ചെയ്യ. ചെയ്യ. ആ Are you okay? അല്ല, ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇതുവരെ ഉണ്ടായിരുന്ന ടെൻഷനൊന്നും അല്ല സർ. ഇതാ ശരിക്കും കുഴപ്പമായത്. ഇനി സങ്കടം തോന്നിയാൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. നമുക്ക് ഇതുപോലെ. വേണ്ട, ഇങ്ങനെ വേണ്ട. ആ